بسم الله الرحمن الرحيم. قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين. قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1755 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫിലെ 9, 10 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين. قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 9, 10 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഈ 2 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. മക്കയിലെ അതുപോലെ തായിഫിലെയൊക്കെ ആളുകളുടെ നിഷേധം കാണിച്ചുകൊണ്ടുള്ള പെരുമാറ്റത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ദൈവിക വചനങ്ങൾ ആ സമൂഹത്തെ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ അവര് അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായ കാര്യങ്ങൾ ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ പിന്നിട്ട ഏതാനും ആയത്തുകളിലായി അള്ളാഹു പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അം യഖൂലൂന ഇഫ്തറാഹു, ഇത് അദ്ദേഹം ചമച്ചുണ്ടാക്കിയതാണ് എന്നാണോ അവര് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുന്നത് നമ്മൾ തൊട്ട് മുകളിലെ ആയത്തിൽ കാണുകയുണ്ടായി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയുണ്ടായത് ഖുൽ ഇനി ഇഫ്തറൈതുഹു, പ്രവാചകരെ അവരോട് ഇങ്ങനെ പറഞ്ഞോളൂ, ഇനി ഇഫ്തറൈതുഹു, ഇത് ഞാൻ ചമച്ചുണ്ടാക്കിയതാണ് എങ്കിൽ ഫലാ തംലികൂന ലീ മിനല്ലാഹി ശൈഅ, അങ്ങനെ ഒരു കൊടുംപാതകം ചെയ്ത് ഞാൻ സ്വയം ഈ വാക്യങ്ങളൊക്കെ ചമച്ചുണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നുവെങ്കിൽ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ദൈവിക നടപടികൾ, എന്റെ മേലുണ്ടാവുന്ന നടപടികൾ, അക്കാര്യത്തില് എന്നെ സഹായിക്കാൻ, ആ നടപടികൾ റദ്ദ് ചെയ്യാൻ, ആ നടപടികൾ തടഞ്ഞു നിർത്താനൊന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോ എന്നെ സഹായിക്കുക എന്നൊരു കാര്യം അതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല.
മാത്രവുമല്ല ഇനി ഹുവ അഅലമു ബിമാ തുഫീദൂന ഫീഹി, നിങ്ങൾ ഇക്കാര്യത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. കഫാ ബിഹി ഷഹീദം ബൈനി വ ബൈനക്കും, നിങ്ങൾക്കും എനിക്കും ഇടയിൽ സാക്ഷിയായിട്ട് അവന് ധാരാളം മതി എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളുണ്ടല്ലോ, അതിന് ദൈവിക നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ തന്നെ നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറഞ്ഞു എന്നതാണ് നിങ്ങൾ എന്നെ കുറിച്ച് ആക്ഷേപിക്കുന്നതെങ്കിൽ, അക്കാര്യത്തില് ഞാൻ അങ്ങനെ ഒരു കുറ്റകരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ദൈവിക നടപടി എനിക്ക് നേരെ ഉണ്ടാവുമ്പോൾ അത് തടയാൻ സാധിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവന് കൃത്യമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ദൈവിക നടപടി ഉണ്ടാവുമ്പോൾ അക്കാര്യത്തില് ജാഗ്രത കാണിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു ദൈവിക നടപടി ഉണ്ടാവുകയില്ല എന്ന് സങ്കല്പിക്കാൻ നിങ്ങൾക്ക് ഏതായാലും യാതൊരു നിലക്കും സാധിക്കുന്നതല്ല എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള സംഭാഷണത്തിൽ പറയുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു ഇതേ വിഷയത്തിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചകത്വമാണ് ഇവിടെ വിഷയം. അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് സംസാരിച്ചു തുടങ്ങുന്നത്. അതാണ് മക്കയിലെയും ത്വായിഫിലെയും ആളുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത്. അത് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ കൂടി അവരോട് പറയാനാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഖുൽ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു കൽപ്പനയാണ്, ഒരു നിർദ്ദേശമാണ് ഇതിന്റെ തുടക്കം. പറയുക പ്രവാചകരെ, അവരോടായിട്ട് പറയുക. അപ്പൊ അവരോടായിട്ട് എന്ന കാര്യമൊക്കെ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് വളരെ വ്യക്തമാണ്, ആരോടാണ് ഇത് പറയാൻ നിർദ്ദേശിക്കപ്പെടുന്നത് എന്നത്. അത് ഈ പദത്തിന്റെ ഭാഗമായിട്ട് അടങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഖുൽ, പറയുക. പറയുക എന്ന് പറയുമ്പോൾ ഇവരോട് പറയുക എന്നത് നമുക്ക് ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പറയേണ്ട കാര്യം ഇതാണ്: മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ. പ്രവാചകന്മാരുടെ കൂട്ടത്തില് നല്ലപ്പോ നടാടെ എന്ന നിലക്ക് ആദ്യമായി രംഗത്ത് വന്നൊരു പ്രവാചകനൊന്നും അല്ല ഞാൻ. പ്രവാചകൻ എന്നൊരാശയം ലോകത്തിന് വളരെയേറെ പരിചയമുള്ളതാണ്. എനിക്ക് മുമ്പ് ഒട്ടേറെ പ്രവാചകന്മാര് ഭൂമുഖത്ത് മനുഷ്യർക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തില് ആദ്യമായിട്ട് പ്രവാചകൻ എന്ന ഒരു പദവിയില് ആ ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ അങ്ങനെ പ്രവാചകൻ എന്നൊരു സംഗതി തന്നെ ഇല്ല എന്നാണ് സങ്കല്പിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു പ്രതിഭാസം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നതാണ് നിങ്ങളുടെ അവകാശവാദമെങ്കിൽ, നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ, അങ്ങനെയല്ല. ആദ്യമായിട്ട് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന ഒരാളല്ല ഞാൻ. ബദിയ എന്നൊരു വാക്ക് അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാണാം. ബദിയ സമാവാതി വൽ അർദ്, ഒരു മുൻ മാതൃകയൊന്നും ഇല്ലാത്ത വിധത്തിൽ ആദ്യമായി ആകാശത്തെയും ഭൂമിയെയും രൂപകൽപ്പന ചെയ്തവൻ എന്ന ഒരർത്ഥ സൂചനയാണ് അവിടെ ബദിയ എന്നതിന് ഉള്ളത്. ബദ എന്ന് പറഞ്ഞാൽ അതിനാണ് ബിദ്അത്ത് പോലെയുള്ള വാക്കുകളൊക്കെ വരുന്നത്. അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നത് മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്
ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് രംഗത്ത് വന്ന, നല്ലപ്പോ നടാടെ എന്നൊക്കെ മലയാളത്തിൽ ചിലപ്പോൾ പറയാറുണ്ട്. ആ ഒരു രീതിയിൽ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ആദ്യത്തെ ആളൊന്നുമല്ല ഞാൻ. എനിക്ക് മുമ്പ് ഈസ അലൈഹി ഇസ്ലാം വന്നിട്ടുണ്ട്. ഈസ അലൈഹി ഇസ്ലാമിന്റെ സമകാലികനായിട്ട് യഹിയ അലൈഹി ഇസ്ലാം ഉണ്ടായിട്ടുണ്ട്, ജക്കരിയ അലൈഹി ഇസ്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പുറകോട്ട് പോകുമ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹി ഇസ്ലാമും, അങ്ങനെ പുറകോട്ട് അങ്ങനെ സഞ്ചരിച്ചാൽ മൂസ അലൈഹി ഇസ്ലാം വരെ ബനു ഇസ്രായേൽ സമൂഹത്തില്, അതുപോലെ അവിടുന്ന് പുറകോട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാം, അങ്ങനെ ധാരാളം പ്രവാചകന്മാര് ചരിത്രത്തില് വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ പ്രവാചകൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ രംഗത്ത് വന്നു എന്നതാണ് നിങ്ങൾക്ക് വലിയ ആക്ഷേപാർഹമായ ഒരു കാര്യമായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാളല്ല ഞാൻ. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാന് പ്രവാചകൻ എന്ന നിലക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖം കാണിച്ച ഒരു കഥാപാത്രമൊന്നുമല്ല. പ്രവാചകൻ എന്നൊരാശയം ഇവിടെ നേരത്തെ ഉണ്ട്. എനിക്ക് മുമ്പ് പലരും പ്രവാചകന്മാരായിട്ട് ദൗത്യം നിർവഹിച്ച് കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രവാചകനാണ് എന്ന് അവകാശപ്പെടുമ്പോ അതെന്തോ ഒരിക്കലും സംഭവിക്കുകയില്ലാത്തൊരു സംഗതിയാണ് എന്ന നിലക്കൊന്നും നിങ്ങൾ അതിനെ കാണേണ്ടതില്ല. നിങ്ങൾ തന്നെ പൂർവിക പ്രവാചകന്മാരുടെ പൈതൃകത്തില് കഴിഞ്ഞു പോകുന്ന, പൂർവിക പ്രവാചകന്മാരുടെ പിന്മുറക്കാരായിട്ട് അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രവാചകനാണ് എന്ന് നിങ്ങളോട് പറയുമ്പോ ആദ്യമായി അങ്ങനെ ഒരു ആശയം കേൾക്കുന്ന പോലെയൊന്നും നിങ്ങൾ അഭിനയിക്കേണ്ടതില്ല. ഇതാണ് പറയുന്നതിന്റെ ചുരുക്കം. ഈ വിധത്തില് അവരോട് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. ഖുൽ, പ്രവാചകരെ അവരോടായിട്ട് പറയുക, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, നല്ലപ്പോ നടാടെ ആദ്യമായി ഒരു പ്രവാചകൻ എന്ന നിലക്ക് രംഗത്ത് വന്ന ആളൊന്നും അല്ല ഞാൻ. എനിക്ക് മുൻപും പ്രവാചകന്മാര് പലരും നിങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുണ്ട്. ഇനി മാത്രമല്ല, വമാ അദ്രി മാ യുഫഅലു ബി വലാ ബിക്കും, എന്റെ കാര്യത്തിൽ തന്നെ എന്താണ് സംഭവിക്കുക, എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം പോലും എനിക്കറിയില്ല. വലാ ബിക്കും, നിങ്ങളുടെ കാര്യത്തിലും. എന്റെ കാര്യത്തിൽ എന്റെ പരിണിതി എന്തായിരിക്കും, എന്നെ പടച്ച തമ്പുരാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മുൻകൂട്ടി അറിയുന്ന, ഭാവി അറിയുന്നവനല്ല ഞാൻ. അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതൊന്നും എനിക്കറിയില്ല. വമാ അദ്രി മാ യുഫഅലു ബി വലാ ബിക്കും, എന്നെ കൊണ്ട് എന്താണ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നത് എനിക്കറിയില്ല. വലാ ബിക്കും, നിങ്ങളുടെ കാര്യത്തിലും എന്താണ് ഒടുക്കത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നത് എനിക്കറിയില്ല. എന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, എന്നിലേക്ക് ദിവ്യ വെളിപ്പാടായി നൽകപ്പെടുന്നതിനെ പിൻപറ്റുന്നു. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ദൈവിക വെളിപ്പാടിലൂടെ എനിക്ക് അടിക്കടി നിർദ്ദേശങ്ങൾ നൽകപ്പെടുകയാണ്, ഞാൻ അത് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ ആസൂത്രിതമായ ഒരു പദ്ധതിയോ എന്റെ ജീവിതാഭിലാഷം പൂവണിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമോ അങ്ങനെയുള്ള സംഗതി ഒന്നുമല്ല ഇത്. മാത്രമല്ല, ഞാനിപ്പോ അവകാശപ്പെടുന്ന വിധത്തില് ഒരു പ്രവാചകൻ എന്ന ആശയം തന്നെ ഭൂമുഖത്ത് ആദ്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സന്ദർഭവുമല്ല ഇത്. എന്റെ കാര്യത്തിൽ ഈ നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്നിലേക്ക് എന്താണോ വഹിയായിട്ട് നൽകപ്പെടുന്നത് അത് അതേപടി പിന്തുടരുന്നു എന്നത് മാത്രമാണ് എന്റെ കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും ആസൂത്രണം ചെയ്ത് ഒരു വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യമിട്ട് മുന്നേറുന്ന, പൂർണ്ണമായി എന്റെ താല്പര്യങ്ങളുടെയോ ആലോചനയുടെയോ ഫലമായുള്ള
ഒരു സംഗതിയാണിത് എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഞാന് എന്റെ കാര്യം തന്നെ എങ്ങനെയാണ് പര്യവസാനിക്കാൻ പോകുന്നത് എന്ന് അറിയുന്ന ആളല്ല. നിങ്ങളുടെ കാര്യത്തിലും എങ്ങനെയാണ് ഒടുക്കമുണ്ടാവാൻ പോകുന്നത് എന്നത് അറിയുന്നവനല്ല ഞാൻ. എനിക്ക് വഹിയായി ലഭിക്കുന്നതിനെ അതേപടി പിന്തുടരുന്നു എന്നേ ഉള്ളൂ. ഇന്നത്തബ്യു ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹിയായി നൽകപ്പെടുന്നതിനെ പിൻപറ്റുന്നു എന്നേ ഉള്ളൂ. വമാ അന ഇല്ലാ നദീറും മുബീൻ, ഞാനൊരു താക്കീതുകാരൻ, തെളിഞ്ഞ വിധത്തിൽ താക്കീത് നൽകുന്ന ഒരുവൻ അല്ലാതെ യാതൊന്നുമല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമൂഹത്തോടായി പറയാൻ വേണ്ടി പറയുന്നത്. വമാ അന ഇല്ലാ നദീറും മുബീൻ, ഒരു നദീറും മുബീൻ മാത്രമാണ് ഞാൻ, അതിനപ്പുറത്തേക്ക് യാതൊന്നുമല്ല. നദീറും മുബീൻ എന്ന് പറഞ്ഞാൽ തെളിമയുള്ള ഒരു താക്കീതുകാരൻ. ആ താക്കീതുകാരന്റെ വ്യക്തിത്വം വളരെ തെളിമയുള്ളതാണ്. താക്കീതായി അറിയിക്കപ്പെടുന്ന കാര്യങ്ങളും വളരെ തെളിമയുള്ളതാണ്. ഇതിൽ സന്ദേഹിക്കാനോ സംശയിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പത്തിന്റെ പ്രതിസന്ധി തീർക്കുന്ന വിധത്തിലോ യാതൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയുന്ന വ്യക്തിയാണ്, മുബീനാണ്, എല്ലാ നിലക്കും നിങ്ങളുടെ കൺമുന്നിൽ ജീവിച്ച ആളാണ്. അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അതും വളരെ തെളിമയുള്ളതാണ്. അതിലൊന്നും യാതൊരു അവ്യക്തതയും ഇല്ല, ആശയക്കുഴപ്പവും ഇല്ല. വമാ അന ഇല്ലാ നദീറും മുബീൻ, തെളിമയോടുകൂടി കാര്യങ്ങൾ താക്കീത് ചെയ്യുന്ന ഒരുവൻ മാത്രമാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് എനിക്ക് ഭാവി അറിയില്ല. എന്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നത് എന്നത് എനിക്കറിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഒടുക്കം ഉണ്ടാവുക എന്ന കാര്യവും എനിക്കറിയില്ല. ഞാന് ദൈവിക വെളിപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് താക്കീത് നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം, അങ്ങനെ താക്കീതുകാരനായിട്ട് ഒരു ദൂതൻ വരിക എന്നത് ലോകത്തിന് തീർത്തും അപരിചിതമായ കാര്യമല്ല. അക്കാര്യം ആദ്യമായി നിർവഹിക്കുന്ന ഒരാളുമല്ല ഞാൻ. മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ എന്നാണ് പറയുന്നത്. മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തില് നല്ലപ്പം നടാടെ എന്ന വിധത്തിൽ വന്ന ഒരുവനല്ല ഞാൻ. എനിക്ക് മുമ്പ് പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. പ്രവാചകത്വം എന്ന ആശയം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് താനും. ഞാൻ എനിക്ക് നൽകപ്പെടുന്ന ദൈവിക വെളിപാട് പിന്തുടരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വ്യക്തമായ താക്കീത് നൽകി നിങ്ങൾക്ക് ഈ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം തുറന്നു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തുടർന്ന് വീണ്ടും പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഫുൽ, പ്രവാചകരെ തുടർന്നും അവരോട് പറയുക, അറഅയ്തും, നിങ്ങൾ എന്ത് കരുതുന്നു, നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങളുടെ വീക്ഷണം എന്താണ്? ഇൻ കാന മിൻ ഇൻദില്ലാഹി, ഈ കേൾപ്പിക്കപ്പെടുന്ന വചനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വെക്കുക. അതങ്ങനെയാണെങ്കിലോ, കഫർത്തും ബി, നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിട്ടാണ് നിലകൊള്ളുന്നത് എങ്കിലുമോ എന്താണ് അവസ്ഥ? എന്തായിരിക്കും അതിന്റെ പരിണതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോ പറയുന്നത് ഞാൻ ദൈവിക ദൂതനല്ല, ഞാൻ കേൾപ്പിക്കുന്നത് ദൈവിക വചനങ്ങളല്ല എന്നതാണല്ലോ. ഒരു വാദത്തിനു വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ദൈവിക ദൂതനാണ്, ഞാൻ കേൾപ്പിക്കുന്നത് ദൈവിക വചനങ്ങളാണ്, നിങ്ങൾ അതിനെ നിഷേധിക്കുകയുമാണ് എങ്കിൽ, അതാണ് സത്യമെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊരു സാധ്യത ഉണ്ടല്ലോ. നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല, ഞാൻ കേൾപ്പിക്കുന്നത് ദൈവിക വചനമായിട്ട് നിങ്ങൾ സത്യപ്പെടുത്തുന്നില്ല എന്നതാണ് നിലവിലുള്ള വസ്തുത എങ്കിലും മറിച്ചൊരു സാധ്യത ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ശരിക്കും അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ കേൾപ്പിക്കുന്നത് ദൈവിക വചനങ്ങളുമാണ് എങ്കിൽ നിങ്ങളുടെ നിലപാട് വഖഫർതും ബി,
അതിനെ നിഷേധിക്കുന്നു എന്നതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് എങ്കിൽ, അതേ സമയത്ത് ഷഹീദ ഷാഹിദും മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാള് സാക്ഷിയാവാൻ രംഗത്ത് വരികയും ചെയ്യുന്നു എന്ന് വെക്കുക. നിങ്ങൾ നിഷേധിക്കുന്നു, പക്ഷെ അതേസമയം നിങ്ങളിലേക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. മറിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ അലാ മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു ദൈവിക വചനത്തെ ദൈവിക വചനമാണ് എന്ന നിലക്ക് സാക്ഷ്യപ്പെടുത്താൻ ബനു ഇസ്രായേലില് ഒരു സാക്ഷി സന്നദ്ധനാകുന്നു എന്നും വെക്കുക. അങ്ങനെയാണെങ്കിൽ അയാള് ആമന, അയാൾ അത് സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി വിശ്വാസിയായി മാറുകയും ചെയ്തുവെങ്കിൽ വസ്തക്ബർത്തും, നിങ്ങൾ കിബ്ർ കാണിച്ച് മാറി നിൽക്കുന്നു എന്നതുമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളിലേക്കാണ്, അള്ളാഹുവിന്റെ ദൂതനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക വചനങ്ങളാണ്. പക്ഷെ നിങ്ങൾ നിഷേധിക്കുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരാൾ അത് സത്യമാണ് കേട്ടോ എന്ന് അംഗീകരിക്കുകയും അതിന് സാക്ഷ്യം പറയുകയും അയാൾ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന് വെക്കുക. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വസ്തക്ബർത്തും, നിങ്ങൾ അഹന്ത നടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്, കിബർ കാണിച്ച് മാറി നിൽക്കുകയാണ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് എന്തൊരു അവസ്ഥയായിരിക്കും എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദൗർഭാഗ്യകരമായ, എത്ര ദുർഭഗമായ ഒരു അവസ്ഥയായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്. ഞാൻ ദൈവിക ദൂതനായി നിയോഗിച്ചയക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിലേക്ക്, അതിനുള്ള തെളിവുകളൊക്കെയും ഞാൻ ഹാജരാക്കുന്നു. പ്രവാചകന്മാർ എന്നൊരു ആശയം ലോകത്തിന് പരിചയമില്ലാത്ത വളരെ പുതിയ ഒരു ആശയമല്ല. എനിക്ക് മുമ്പ് പലരും ദൂതന്മാരായി ഇവിടെ വന്നിട്ടുണ്ട്, ദൈവിക വചനങ്ങളെ കേൾപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഈ ദൗത്യം നിർവഹിക്കാൻ വന്നപ്പോ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിട്ട് മാറുന്നു. അതേസമയത്ത് അത് യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത എന്നത് മനസ്സിലാക്കുകയും ചെയ്യുക. ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാള് സാക്ഷിയാകാൻ മുന്നോട്ട് വരുന്നു. അയാൾ സത്യമാണ് എന്ന് അംഗീകരിക്കുന്നു. അയാൾ സ്വയം തന്നെ അത് വിശ്വസിക്കുന്ന ആളായി മാറുന്നു. എന്നാൽ നിങ്ങൾ കിബർ കാണിച്ചിട്ട് മാറി നിൽക്കുകയും ചെയ്യും. ഇത് എത്രത്തോളം നിങ്ങൾക്ക് സൗഭാഗ്യകരമാണ് ഈ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യകരമായ ഒരു അവസ്ഥയാണോ അല്ലേ? ഇതാണ് നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യം. ദൂതനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഇടയിലേക്കാണ്. എന്നിട്ട് നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുന്നില്ല, നിങ്ങൾ കിബർ കാണിച്ച് മാറി നിൽക്കുന്നു. എന്നാൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഇത് കേൾക്കാൻ ഇടയായ ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാള് ഇയാള് പറയുന്നത് ശരിയാണ് കേട്ടോ, പൂർവിക വേദങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, മൂസ അലൈഹി ഇസ്ലാം ഇതിനെക്കുറിച്ച് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സ്വീകരിക്കാൻ, സത്യപ്പെടുത്താൻ തയ്യാറാവുന്നു. അയാൾ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യും. പക്ഷെ നിങ്ങളോ കിബ്ർ കാണിച്ച് മാറി നിൽക്കുകയും ചെയ്യും, അഹന്ത കാണിച്ച് മാറി നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് എങ്കിൽ അത് എത്രത്തോളം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് എന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അതിക്രമകാരികളായ ജനതയെ ഒരു കാരണവശാലും അള്ളാഹു സന്മാർഗികളാക്കുകയില്ല. ആത്മദ്രോഹം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന കിബർ കാണിച്ച് സ്വന്തത്തിന് തന്നെ സന്മാർഗം നിഷേധിക്കുന്ന തരം ആളുകൾ, അള്ളാഹുവിന്റെ ദൂതൻ കൺമുന്നിൽ വന്നതിന് ശേഷവും ദൈവിക വചനങ്ങള് നേരിട്ട് കേൾപ്പിക്കപ്പെട്ടതിന് ശേഷവും സ്വതന്ത്രമായി കാര്യങ്ങളെ വിലയിരുത്തി സത്യത്തിനെ പിന്തുണക്കാനുള്ള സന്നദ്ധത കാണിക്കാതെ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത്തരം ലുൽമ് ചെയ്ത ആളുകൾ, അത്തരം ആത്മദ്രോഹം ചെയ്ത ആളുകൾ
അങ്ങനെയുള്ള ലാലിമുകളായ സമൂഹത്തെ അള്ളാഹു ഒരു കാരണവശാലും സന്മാർഗികളാക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ സന്മാർഗം എന്നത് ഓരോരുത്തരുടെയും അർഹതയുടെ ഫലമാണ്. ഓരോരുത്തരും കാണിക്കുന്ന സത്യസന്ധതയുടെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു ദൈവികമായ സൗഭാഗ്യമാണ് സന്മാർഗലബ്ധി എന്നത്. അതെല്ലാവർക്കും ഒന്നും കിട്ടൂല, എല്ലാവർക്കും അവകാശപ്പെടാനും വകയില്ല, എല്ലാവരും അത് ചോദിച്ചു വരികയുമില്ല. അത് ലഭിക്കണമെങ്കിൽ അതിനുള്ള ഒരു അർഹത വേണം. ആ അർഹതയാണ് ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഹുദൻ ലിൽ മുത്തഖീൻ എന്നത്. സത്യസന്ധതയാണ്, സൂക്ഷ്മതയാണ്, ദൈവഭയമാണ്. പല നിലക്കും നമുക്ക് അതിനെ കാണാം. അപ്പോ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്ന, സത്യത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു സന്മാർഗം നൽകുക. ലാലിമുകളായി സ്വന്തത്തിന് തന്നെ സന്മാർഗം നിഷേധിക്കുന്ന, വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ കൺമുന്നിൽ വരെ സത്യം വന്ന് നിന്നതിന് ശേഷവും അതിനെ സ്വീകരിച്ച് അകത്തേക്ക് സ്വീകരിച്ച് ആനയിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന, അങ്ങനെയുള്ള ദൈവിക മാർഗദർശനത്തിലൂടെ താൻ വിമോചിതനാകണം എന്നൊരാഗ്രഹം പോലും ഇല്ലാതെ കിബ്റ് കാണിച്ച് മാറി നിൽക്കുന്ന ആളുകൾ, അവര് ആത്മദ്രോഹികളാണ്, അവര് ലാലിമുകളാണ്. അങ്ങനെയുള്ള ലാലിമുകളെ ഒരിക്കലും തന്നെ അള്ളാഹു സന്മാർഗികളാക്കുകയില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മക്കയിലെ ആളുകളുടെ കാര്യത്തിൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന സംഗതി, അവരിലേക്ക് പ്രത്യേകമായി നിയോഗിച്ചയച്ച പ്രവാചകനാണ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകന് ദിവ്യ വെളിപാടിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വാക്യങ്ങളാണ് അവരെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ നിലപാട് എന്താണ്? ഈ ആയാത്തുകളിൽ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ സത്യമാണ് എന്ന് വേദജ്ഞാനമുള്ള ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ചിലര് സാക്ഷ്യം പറയുന്നു. ആരാണ് ഈ സാക്ഷ്യം പറയുന്നത്? അയാൾ സാക്ഷ്യം പറയും മാത്രമല്ല, അത് വിശ്വസിക്കാനും കൂട്ടാക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ചർച്ചകളും തഫ്സീറുകളിൽ ധാരാളം നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിന് ശേഷം അവിടെ അദ്ദേഹത്തില് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധനായ യഹൂദ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബ്നു സലാമാണ് ഈ സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് ചില ആളുകളുടെ ഒരു നിരീക്ഷണം എന്ന നിലക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവർ ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചതാണ് എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ കൃത്യതയില്ലാത്ത നിരീക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്തില് ത്വായിഫിലേക്കുള്ള യാത്രയിലുണ്ടായ സംഭവം വിവരിക്കപ്പെടാൻ പോകുന്നു. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് വിശദമാക്കപ്പെടുന്നുണ്ട്. അതുപോലെ വേറെയും പല സാഹചര്യങ്ങളും സൂചനകളും ഒക്കെ വെച്ചുകൊണ്ട് ഈ സൂറത്തിനെ മനസ്സിലാക്കുമ്പോൾ ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ മക്കയിൽ ആരാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഒരാൾ നബിയെ സാക്ഷ്യപ്പെടുത്താനുണ്ടായിരുന്നത്, എന്നിട്ട് അദ്ദേഹത്തിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ തയ്യാറായത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. പല സാധ്യതകളും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരും. ഈ വാചകങ്ങൾ പിൽക്കാലത്ത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ഘട്ടത്തില് അബ്ദുല്ലാഹിബ്നു സലാമിനെ കുറിച്ച് കൂടി യാഥാർത്ഥ്യമായി പുലരുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ മക്കയിൽ ഈ ആയത്തുകൾ അവതരിക്കുന്ന ഘട്ടത്തില് ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട യഹൂദരും ക്രൈസ്തവരും ഒക്കെയായ ആളുകൾ ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരിൽ പലരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കുകയും അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരുന്ന വാക്യങ്ങളെ ദൈവിക വചനങ്ങളായിട്ട് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
സാധാരണ മനുഷ്യര്, പുരോഹിതന്മാരോ അല്ലെങ്കിൽ പ്രമുഖരായ പണ്ഡിതന്മാരോ പാതിരിമാരോ ഒന്നുമല്ല. വേദജ്ഞാനമുള്ള സാധാരണ മനുഷ്യർ പലരും അദ്ദേഹത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തെത്തിയ ഉടനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തില് അദ്ദേഹത്തിന്റെ യജമാനനായി ഉണ്ടായിരുന്ന ആളെ കാണാൻ വേണ്ടി അയാളുടെ സഹോദരൻ വന്നപ്പോൾ യഹൂദ പശ്ചാത്തലത്തിലുള്ള ആ യജമാനനായി നിലകൊള്ളുന്ന മനുഷ്യൻ തന്നെ കാണാൻ വന്ന സഹോദരനോട് നടത്തുന്ന സംഭാഷണം, അത് വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെ, അവർക്കൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ അലൈഹി ഇസ്ലാമിന്റെ തുടർച്ചക്കാരനായിട്ട് വന്നിട്ടുള്ള ദൈവിക ദൂതനാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടിരുന്നു എന്നത് ആ സംഭാഷണത്തിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. ഇതുപോലെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വഹി ലഭിച്ച ആ സന്നിഗ്ധ ഘട്ടത്തിൽ, അദ്ദേഹം ഏറെ പ്രയാസം നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ക്രൈസ്തവ പണ്ഡിതനായിരുന്ന, ക്രൈസ്തവ മതവിശ്വാസത്തെ പിന്തുടരുകയായിരുന്ന വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് സാക്ഷിയാവുന്നുണ്ട്, അദ്ദേഹത്തില് വിശ്വാസം ഉൾക്കൊള്ളുന്നുണ്ട്. അദ്ദേഹം മരണശയ്യയിലൊക്കെ എത്തിയ ഒരു ഘട്ടമാണ്, പ്രായാധിക്യത്തിന്റെ അവസ്ഥയിൽ, അവശതകളിൽ കഴിയുന്ന ഒരു സമയം. വൈകാതെ തന്നെ അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് സാക്ഷിയായ ആളാണ്. പിന്നീട് മക്കയിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന അഹ്ലുൽ കിതാബിൽപ്പെട്ട പലരും അള്ളാഹുവിന്റെ പ്രവാചകനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അബൂ താലിബിനോടൊപ്പം സിറിയയിലേക്ക് യാത്ര ചെയ്ത ഘട്ടത്തില് ഒരു ക്രൈസ്തവ പുരോഹിതൻ പാതി വഴിയെ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനാകാൻ പോകുന്ന വ്യക്തിയാണ് എന്ന നിലക്ക് തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹത്തില് പലരുടെയും കയ്യിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ തിരിച്ചറിയാൻ വേണ്ട പല സംഗതികളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ മക്കയിലെ ആളുകള്, ഖുറൈശികളിൽപ്പെട്ടവര്, അവരിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിച്ചയക്കപ്പെടുന്നത്. എന്നിട്ട് പോലും കിബ്റ് കാണിച്ച് അത് പ്രയോജനപ്പെടുത്താതെ അഹന്തയോടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് വസ്തുത. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ സാക്ഷിയാവാൻ സന്നദ്ധനാവുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത്, അയാൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ കുറിച്ച് നമുക്ക് കാറ്റഗോറിക്കലായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ പലരും അങ്ങനെ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു സലാം പിന്നീട് മദീനയിലായിരുന്നപ്പോ ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിലൂടെ അക്ഷരം പ്രതി പുലരുന്നുമുണ്ട്. അതുപോലെ പല ആളുകളും, ഒറ്റപ്പെട്ട ആളുകളാണെങ്കിലും അങ്ങനെ അവർ അള്ളാഹുവിന്റെ പ്രവാചകത്വത്തിന് സാക്ഷികളാവുന്നുണ്ട്. ദൈവിക വചനങ്ങളായി അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു വസ്തുതയാണ്. പക്ഷെ അത് ഈ സൂറത്തിൽ, ഈ ആയത്തിൽ പരാമർശിക്കുന്നത് ഇന്ന വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് പറയുക എളുപ്പമല്ല. അത് ചരിത്രപരമാവണം, വസ്തുതയാവണം, ഈ സൂറത്തിന്റെ അവതരണ സമയത്തിനോട് യോജിക്കുന്നതാവണം. അങ്ങനെ പല നിബന്ധനകളും നമ്മൾ വെച്ച് വിലയിരുത്തുമ്പോൾ ആരാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളെ അള്ളാഹു പരാമർശിക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി, പറയുക നിങ്ങൾ എന്ത് കരുതുന്നു ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് എങ്കിൽ വകഫർതും ബി, നിങ്ങൾ അതിനെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അവസ്ഥയെങ്കിൽ
വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീൽ അലാ മിസ്ലിഹി, ഇതുപോലെയുള്ള വചനങ്ങളുടെ പേരിൽ ബനു ഇസ്രായേലിൽ പെട്ടവർ സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇതുപോലെയുള്ള വചനങ്ങൾ എന്നത് ചിലരുടെ അഭിപ്രായത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന് അവതരിച്ച വേദത്തിലെ വചനങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ആ കാലഘട്ടത്തിലെ ബനു ഇസ്രായേലിൽ ചിലര് സാക്ഷിയായതിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ചിലർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയും ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. അത് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരാൾ ഇതുപോലെയുള്ളതിന് സാക്ഷിയായി എന്നൊരവസ്ഥയുണ്ടെന്ന് വെക്കുക. ഇതുപോലെയുള്ളത് എന്നത് ഇപ്പോ അവതരിക്കുന്ന സൂറത്തുൽ അഹ്ഖാഫിലെ വചനങ്ങൾ പോലെ നേരത്തെ വേറെ പല സൂറത്തുകളിലെയും അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ എന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ളത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാള് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ആമന, അങ്ങനെ അയാള് വിശ്വാസിയായി. എന്നാൽ നിങ്ങളോ വസ്തക്ബർത്തും, നിങ്ങൾ അഹന്ത കാണിച്ച് മാറി നിൽക്കുന്നവരായി എങ്കിൽ എന്താണ് നിങ്ങളുടെ പരിണിതിയാകാൻ പോകുന്നത് എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അറഅയ്തും എന്നാണല്ലോ തുടക്കത്തിൽ പറയുന്നത്. നിങ്ങൾ കണ്ടുവോ, മനസ്സിലാക്കിയോ, നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളാണ് ഇതിന് നൽകാൻ കഴിയുക. അപ്പൊ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ഇതിനെ, ഈ ഒരു അവസ്ഥയെ? നിങ്ങൾ കിബ്ർ കാണിച്ച് മാറി നിൽക്കുന്നു, എന്നാൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഒരാള് സാക്ഷ്യം വഹിക്കുകയും വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യും. ബനു ഇസ്രായേലിൽ നിന്ന് ഒരാള് സാക്ഷ്യം വഹിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് വിഷയം പൊങ്ങി വരുമ്പോഴും അവർ ആദ്യം ഈ യഹൂദ പണ്ഡിതന്മാരുടെ അടുക്കലൊക്കെ പോയിട്ടാണ് അന്വേഷിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇതിന് സാക്ഷ്യം വഹിച്ചു എന്ന് പറയുമ്പോ, നിങ്ങൾ കിബ്ർ കാണിച്ച് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ഒരു കാര്യമാണ്. ആ യഹൂദ വ്യക്തി, യഹൂദനായി സാക്ഷ്യം വഹിച്ച ആള്, ഈ പ്രവാചകനിൽ വിശ്വാസം പ്രഖ്യാപിച്ച ആ മനുഷ്യൻ തീർച്ചയായിട്ടും അയാളുടെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിട്ടുണ്ടാവുക എന്നുകൂടി ഇവിടെ സൂചന നൽകപ്പെടുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അള്ളാഹു പറയുന്ന ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തെ അള്ളാഹു ഒരിക്കലും തന്നെ സന്മാർഗികളാക്കുകയില്ല എന്നാണ്. ഇവിടെ അക്രമികൾ എന്ന് പറയുന്നത് സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന, ഓരോരുത്തരും സ്വന്തം നഫ്സ് ഹക്ക് കണ്ടെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന തരം ആളുകൾ. അവർ ചെയ്യുന്നത് ദുൽമാണ്, അത് അക്രമമാണ്. അങ്ങനെയുള്ള അക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവർ, ഒരിക്കലും തന്നെ അവരെ അള്ളാഹു സന്മാർഗികളാക്കുകയില്ല. തഖ്വയോടുകൂടി സത്യം അന്വേഷിക്കുന്നവർക്ക് നൽകപ്പെടുന്നതാണ് സന്മാർഗം എന്ന സംഗതി. വേണ്ടാന്നുള്ള നിലക്ക് മാറ്റി നിർത്തുന്നവർക്കോ സത്യം എന്താണ് എന്ന് പരിശോധിക്കാൻ കൂട്ടാക്കാത്തവർക്കോ ഒന്നും സന്മാർഗം നൽകപ്പെടുകയില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 9-10 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.